എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം. ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് 176-ാമത്തെയാണ്. അപ്പം ഈ ബുക്കിൻ്റെ റിവ്യൂ നോക്കുമ്പം 26-ാമത്തെ പാർട്ടാണ്. ഇത് ഒരു കുഞ്ഞു മെത്തേഡാണ്, പക്ഷേ വളരെ പവർഫുള്ളാണ്. ഒരു മെത്തേഡും അത്ര പോരാ, അല്ല തരക്കേടില്ല അങ്ങനെ പറയുന്നതല്ല, എല്ലാമേ നല്ലതാണ്. ഓക്കെ, ഇതിൽ ഈ മെത്തേഡിൻ്റെ പേരെന്തുവാണോ? ദ ഡിക്രി മെത്തേഡ്. ഈ ഡിക്രി എന്ന് പറയുന്നത് എന്തുവാണോ? ഈ കോർട്ടിൽ കേസ് നടക്കുമ്പം ഫൈനലായിട്ട് ജഡ്ജ് പറയത്തില്ലയോ, ജഡ്ജ്മെൻറ്റ്, അതാണ് അതിൻ്റെ പേരാണ് ഡിക്രി. അപ്പം ജഡ്ജ്മെൻറ്റ് ഒരു കോർട്ടിൽ ജഡ്ജ് ഒരു വിധി വിധിച്ചാൽ അതിന് പിന്നെ അവിടെ ആ കോർട്ടിൻ്റെ ലെവലിൽ വേറെ ഒന്നും ചെയ്യാനില്ല. അതാണ് ഫൈനൽ, അതാണ് ഒടുക്കം. നമുക്ക് ഹയർ കോർട്ടിന് പോകാം. ഇപ്പോൾ ഫാമിലി കോർട്ട്, ഡിസ്ട്രിക്ട് കോർട്ടിൽ വന്ന വിധി നമുക്ക് സാധകമായിട്ടില്ല, അല്ലെങ്കിൽ നമുക്ക് അത് ജസ്റ്റിഫൈഡ് അല്ല എന്ന് നമുക്ക് തോന്നിയാൽ നമ്മൾ ഹയർ ലെവൽ കോർട്ടിൽ പോകാം. ഓക്കെ, അവിടെയും നമുക്ക് ശരിയില്ലെങ്കിൽ സുപ്രീം കോർട്ടിന് പോകാം. സുപ്രീം കോർട്ടിന് പോയിട്ടും നമുക്ക് ശരിയായിട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് മേളിൽ എവിടെയും പോകാനൊക്കത്തില്ല. സുപ്രീം കോർട്ടിൻ്റെ വിധിക്ക് എതിരായിട്ട് അപ്പീലില്ല എന്നുള്ളതാണ്. അപ്പം പൊതുവേ ഉള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അത് ഇത്രയൊക്കെ ഞാൻ എന്തിനാണ് പറയുന്നതെന്ന് വെച്ചാൽ ഈ ഡിക്രിയുടെ അർത്ഥം മനസ്സിലാക്കിപ്പിക്കാനായിട്ട് പറയുക. അപ്പോൾ ഈ ഡിക്രി എന്ന് പറയുന്നത് ഫൈനൽ ജഡ്ജ്മെൻറ്റ്. അതിന് മീതെ ആ കോർട്ടിൻ്റെ ലെവലിൽ സംബന്ധിച്ചവരെ അതിന് മീതെ ആരും ഒന്നും പറയാനില്ല. അത് സിംഗിൾ ബെഞ്ചായിരിക്കാം, 3 ജഡ്ജസ് ഉള്ളതായിരിക്കാം, 7 ജഡ്ജസ്, എന്തൊക്കെയോ ഉണ്ട് അതിനകത്ത്. പക്ഷേ ആ ഡിസ്ട്രിക്ട് ലെവലിൽ നമുക്ക് ഒരു വിധി വന്നാൽ അത് വിധി തന്നെയാണ്. ആ വിധിക്കാണ് ഡിക്രി എന്ന് പറയുന്നത്. അപ്പം ഇതിവിടെ ഡിക്രി മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ പറയുന്ന വാക്കിനും നമ്മളുടെ വിശ്വാസത്തിനും നമ്മളുടെ ഫീലിങ്സിനും, നമ്മളുടെ ഭാവങ്ങൾ, നമ്മളുടെ തോന്നുന്ന ഫീലിങ്സ് ഇല്ലയോ, അതിനൊക്കെ പവറുണ്ട്. അതായത് നമ്മൾ ഒരു സന്തോഷമായിട്ട് നീ നന്നായി വരും എന്ന് പറഞ്ഞാൽ ആ വാക്കിന് നമ്മളുടെ ഫീലിങ്സിൻ്റെ അത്രയും പോസിറ്റിവിറ്റിയും ആ വാക്കിനോട് ചേർന്ന് പോകും. അതാണ് അനുഗ്രഹം എന്ന് പറയുന്നത്. അതേപോലെ ശാപമുണ്ട്. ഋഷികളും മുനികളും മാത്രമല്ല ശപിക്കുന്നത്, ഇന്നത്തെ കാലത്ത് എല്ലാവരും തന്നെ ശപിക്കുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടും നീ നശിച്ചു പോട്ടെ, അല്ലെങ്കിൽ എന്തൊക്കെയൊക്കെ ഉണ്ട്. നമ്മളതൊന്നും ഇവിടെ പറയണ്ട, ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നീ അങ്ങനെ പോട്ടെ, ഇങ്ങനെ പോട്ടെ എന്നൊക്കെ ഒരു ദേഷ്യത്തിൽ പറയും, പല കാര്യങ്ങളിലും പറയുന്നുണ്ട്. അപ്പം ആ വാക്കുകളൊക്കെ നമ്മൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണമെന്ന് പറയുന്നതിന് വളരെ അർത്ഥമുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ മനസ്സിൽ നിന്ന് വരുന്ന, ഉള്ളിൽ നിന്ന് വരുന്ന ആ ഫീലിങ്സിൻ്റെ, സന്തോഷമാകട്ടെ, വേദനയാകട്ടെ, ദുഃഖമാകട്ടെ, ദേഷ്യമാകട്ടെ, ക്രോധമാകട്ടെ, എന്തുവാണെങ്കിലും ശരി, അത് ആ വാക്കിൽ വരും. ഓക്കെ, അപ്പോൾ ഈ വാക്കിനെ ഞാൻ എന്തിനാണ് ഇപ്പോൾ ഇത്രയും ഹൈലൈറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ വാക്കിനും ഈ ഡിക്രിക്കും ഉള്ള സംബന്ധം ഇതാണ്. അപ്പം ഓൾറെഡി നമ്മളുടെ വേർഡ്സിന് പവറുണ്ട്. ദ പവർ ഓഫ് തോട്ട്സ്, പവർ ഓഫ് വേർഡ്സ് എല്ലാം നമ്മൾ നേരത്തെ നോക്കിയതാണ്. അപ്പം ഇത് ഇത്രയും നമുക്ക് മനസ്സിലായ പിന്നെ അതിൽ ഒരു ചാഞ്ചാട്ടം, അല്ലെങ്കിൽ അതിലൊരു മാറ്റ്, ഒപ്പീനിയൻ, ഐഡിയ എൻ്റെ ആവശ്യമില്ല. ഇതാണ് ഫൈനൽ. അപ്പോൾ അങ്ങനത്തെ ആയിരിക്കണം നമ്മളുടെ പ്രെയറും എന്നുള്ളതാണ് നമ്മുടെ ഇവിടെ പറയാൻ വരുന്നത്. അതായത് ഒരു ചെറിയ എക്സാമ്പിൾ തരുന്നു ബുക്കിൽ. ഒരു പെണ്ണ്
കൊച്ചു പ്രായമുള്ള ഒരു പെണ്ണ്. കൊച്ചു പ്രായം വെച്ചാൽ 10-20 വയസ്സ് കാണുമായിരിക്കും, 10 വയസ്സോ എത്രയോ, യങ് ഗേൾ എന്നാണ് ഇട്ടിരിക്കുന്നത്. ഒരു യുവതി. ഒരു പയ്യൻ അവളുടെ പിന്നാലെ പോയി. എവിടെ, ഇത് ഫോറിൻ കൺട്രിയിൽ നടക്കുന്നതാണ് എഴുതിയിരിക്കുന്നത്, ഇന്ത്യയിലും ചെന്നൈയിലും ട്രിവാൻഡ്രത്തുമൊന്നുമല്ല. ഒരു ചെറുക്കൻ ഇവളുടെ പിന്നാലെ നടന്നു. ഡേറ്റിങ്ങിൻ്റെ സമയവും കാര്യങ്ങളും ഒക്കെ ചോദിച്ചുകൊണ്ട് ഭയങ്കര രീതിയിൽ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നു. അപ്പം ഇവക്ക് അവനെ മാറ്റി നിർത്താനേ പറ്റുന്നില്ല. പക്ഷെ അവൾക്ക് ഇഷ്ടമില്ല. അപ്പം ഇവള് മനസ്സിലൊരു സങ്കല്പം, അതാണ് അവളുടെ ഡിഗ്രി. ഓക്കെ, ജഡ്ജിൻ്റെ ഫൈനൽ ജഡ്ജ്മെൻറ്റ് പോലെ അവളുടെ മനസ്സിലൊരു ഉറച്ച തീരുമാനം എടുത്തു. അതെന്തോ അവൾ പറഞ്ഞതെന്ന് വെച്ചാൽ, അത് ഒരു തീരുമാനമായിരിക്കാം, അല്ലെങ്കിൽ അത് ഒരു പ്രാർത്ഥന എന്ന് പറയാം, അല്ലെങ്കിൽ എന്തോ ഒരിത്. ഷീ ഡിക്രീഡ് എന്നാണ് പറയുന്നത്. ഐ റിലീസ് ഹിം ഇൻ ടു ഗോഡ്. അവൾ പറഞ്ഞ ഐ റിലീസ് ഹിം ഇൻ ടു ഗോഡ്. ഹീ ഈസ് ഇൻ ട്രൂ പ്ലേസ് അറ്റ് ഓൾ ടൈംസ്. ഹീ ഈസ് ഇൻ ട്രൂ പ്ലേസ് അറ്റ് ഓൾ ടൈംസ്. ഐ ആം ഫ്രീ ആൻഡ് ഹീ ഈസ് ഫ്രീ. ഇത്രയേ ഉള്ളൂ. നൗ ഐ ഡിക്രീ. Now I decree that my words go forth into infinite mind and it brings it to pass. It is so. ഇത്രയേ അവളുടെ പ്രാർത്ഥനയാണോ, ഒരു അസേർട്ടീവ് മെത്തേഡാണോ, അടിച്ചുറച്ച് ഒരു തീരുമാനം എടുക്കുന്നു എന്ന് പറയുന്നില്ല. അതിൽ അടിച്ചുറച്ച് പലതും ചിന്തിച്ചിട്ട് ഒരു തീരുമാനം എടുത്താൽ അതിനകത്ത് ഒരു വിട്ടുവീഴ്ചയില്ല. അതിൽ പിന്നോട്ട് നോക്കലില്ല. അങ്ങനത്തെ എന്നുവെച്ചാൽ അവനെ ഇഷ്ടമല്ല. അവനാണെങ്കിൽ ഇങ്ങനെ ഈ പെണ്ണിൻ്റെ പുറയിൽ നടന്ന് തൊന്തരവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നമുക്കെന്ന് കാണാം, എവിടെ കാണാം, എപ്പം കാണാമെന്ന് ഭയങ്കര ഒരു അവളെ കോർണർ ചെയ്യുന്ന രീതിയിൽ. അപ്പം ഇവള് അങ്ങനെ മനസ്സിലൊരു സങ്കല്പം എന്ന് കൂടെ പറയാം. സോ ഷീ ഡിക്രീഡ് എന്നാണ് പറയുന്നത്. ഡിക്രീഡ് എന്ന് വെച്ചാൽ അവൾ ഫൈനലായിട്ട് ഒരു ജഡ്ജ്മെൻറ്റ്. അപ്പോൾ അതിലെന്തോ പറഞ്ഞേ, അപ്പം നമ്മളൊക്കെ ആണെങ്കിലേ പ്രാർത്ഥിക്കുമ്പോൾ, ദൈവമേ ഇവന് എൻ്റെ പിന്നാലെ വരല്ലേ, ഇവനെ എങ്ങനെയെങ്കിലും പോട്ടെ, അവന് വേറെ ഏതെങ്കിലും ഒരു ഫ്രണ്ട്ഷിപ്പ് കിട്ടട്ടെ, എന്നെയൊക്കെ വിട്ടേച്ചാൽ മതി, എനിക്ക് ഇവൻ്റെ കൂടെ ഇഷ്ടമില്ല, അങ്ങനെയൊക്കെ പറയാം. അല്ലെങ്കിൽ ഫ്രണ്ട്സിനെ കൊണ്ട് പറയിപ്പിക്കും, അല്ലെങ്കിൽ പല 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 രീതിയിലായിരുന്നു നമ്മളുടെ ഇവിടുത്തെ അപ്രോച്ച്. അവൾ എന്ത് ചെയ്തു? ഐ റിലീസ് ഹിം ഇൻ ടു ഗോഡ്. ഞാൻ ഇവനെ ദൈവത്തിനോട്ട് റിലീസ് ചെയ്യുന്നു, വിട്ടുകൊടുക്കുന്നു. ഹീ ഈസ് ഇൻ ട്രൂ പ്ലേസ് അറ്റ് ഓൾ ടൈംസ്. അവൻ ഇരിക്കേണ്ട സ്ഥലത്താണ് അവൻ ഇരിക്കുന്നത് ഇപ്പം. അതായത് ഹീ ഈസ് ഇൻ ട്രൂ പ്ലേസ് അറ്റ് ഓൾ ടൈംസ് എന്ന് വെച്ചാൽ ഇനി വരുന്ന സമയത്ത് അവൻ അവൻ്റെ സ്ഥലത്ത്, അതായത് അവൻ അവൻ്റെ ജോലി നോക്കട്ടെ, ഞാൻ എൻ്റെ ജോലി നോക്കട്ടെ, അവൻ എൻ്റെ പിന്നാലെ ഇനിമേൽ വരരുത് എന്നുള്ളതിൻ്റെ അർത്ഥമാണ്. ഐ ആം ഫ്രീ ആൻഡ് ഹീ ഈസ് ഫ്രീ. ഇപ്പോൾ ഇവിടെ ബോണ്ടിങ് ഒന്നുമില്ല. അവൻ പറഞ്ഞാൽ ഉടനെ ഡേറ്റിങ്ങിന് അവൻ്റെ കൂടെ പോകണമെന്നൊന്നും ഇവർക്ക് ഒരു ബൈൻഡിങ് ഇല്ലല്ലോ, പിന്നെന്തുവാ? അപ്പം ഹീ ഈസ് ഇൻ ട്രൂ പ്ലേസ് അറ്റ് ഓൾ ടൈംസ്. അവൻ ഇരിക്കേണ്ട സ്ഥലത്താണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഞാനും ഫ്രീ ആണ്, അവനും ഫ്രീ ആണ്. നൗ ഐ ഡിക്രി ദാറ്റ്. ഞാനിപ്പോൾ ഫൈനലായിട്ട് ജഡ്ജ്മെൻറ്റ് തരുന്നു. എന്തുവാ? മൈ വേർഡ്സ് ഗോ ഫോർത്ത് ഇൻ ടു ഇൻഫിനിറ്റ് മൈൻഡ്. ഇൻഫിനിറ്റ് മൈൻഡ് എന്ന് പറയുന്നത് എന്തുവാ? സബ് കോൺഷ്യസ് മൈൻഡ്. അപ്പം ഞാനിപ്പം പറയുന്നത് ഫൈനൽ വേർഡ്സാണ്. ഇത് എൻ്റെ ഉപബോധ മനസ്സിനകത്ത് കയറി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യട്ടെ. ഇറ്റ് ബ്രിങ്സ് ഇറ്റ് ടു പാസ്. ടു പാസ് എന്ന് വെച്ചാൽ ടു ഹാപ്പൻ, നടക്കാൻ. ഞാൻ പറയുന്നത് എൻ്റെ ഉപബോധ മനസ്സിൽ കയറി നടക്കേണ്ടത് ആ രീതിയിൽ നടക്കട്ടെ. ഇറ്റ് ഈസ് സോ. ഈ അഫർമേറ്റീവ് മെത്തേഡിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് ഈസ് സോ. ഇറ്റ് ഈസ് സോ എന്ന് വെച്ചാൽ അത് അങ്ങനെ തന്നെ ആവട്ടെ എന്നുള്ള അടിച്ചുറച്ച ഒരു തീരുമാനത്തിൽ ആ കുട്ടി അത് പറഞ്ഞു. അതിന് പിന്നെ അവനെ അവൾ കണ്ടിട്ടേ ഇല്ല. അതിന് പിന്നെ അവൻ അവളുടെ അടുത്ത് വന്നിട്ടേ ഇല്ല. ഹീ വാനിഷ്ഡ്. മായമായി മറഞ്ഞുപോയി. അതിന് പിന്നെ അവനെ കണ്ടിട്ടേ ഇല്ല. അപ്പം അവൾ പറയുക, ഇറ്റ് വാസ് ആസ് ദോ ദ ഗ്രൗണ്ട് സ്വോളോഡ് ഹിം അപ്പ്.
ഭൂമി അവനെ അങ്ങനെ വിഴുങ്ങിയ പോലെ, എന്നുവെച്ചാൽ അതിന് പിന്നെ അവനെ അവളുടെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അപ്പം ഇതൊക്കെ എത്ര എളുപ്പത്തിൽ ചെയ്യേണ്ട കാര്യം, എളുപ്പത്തിൽ ചെയ്യാനൊക്കുന്ന കാര്യങ്ങളാണ്. ഇതിൽ പോലീസ് കംപ്ലൈൻറ്റ് കൊടുക്കുക, അതിൻ്റെ പുറകെ പോകുക, ഫോട്ടോ എടുക്കുക, 4 പേരെടുത്ത് കാണിക്കുക, അവനെ നാറ്റിച്ച് ഇതിൽ നിന്ന് മാറ്റണമെന്ന് വിചാരിക്കുക. ഈ നെഗറ്റീവ് ചിന്തകളൊന്നും നമുക്ക് വേണ്ട. ഇങ്ങനെ അടിച്ചുറച്ച് നമ്മളുടെ ഉപബോധ മനസ്സിനകത്ത് പറഞ്ഞാൽ എന്തും നടക്കുമെന്നുള്ളതാണ്. ആ ഇൻഫിനിറ്റ് പവർ ഓഫ് ദ സബ് കോൺഷ്യസ് മൈൻഡ്, അത് മാത്രം നമ്മൾ ഓർത്താൽ മതി. അതാണ് ഇതിൻ്റെ ഇതിൽ എത്ര നന്നായിട്ടുള്ള പേര്, ഈ പേരല്ലാതെ വേറെ ഏത് പേര് കൊടുത്തിരുന്നെങ്കിലും അത് ശരിയാവത്തില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ദ ഡിക്രി മെത്തേഡ്. ഞാൻ ആദ്യം ബുക്ക് വായിച്ചുകൊണ്ടിരുന്നപ്പോഴേ ഇതെന്തുവാ ഡിക്രി, ഇവിടെ ജഡ്ജ്മെൻറ്റ് എന്നാണ് ഫസ്റ്റ് ഞാൻ ആലോചിച്ചത്. പിന്നല്ലേ അറിയുന്നത് ജഡ്ജ്മെൻറ്റിനെക്കാട്ടിലും പവർഫുൾ. ജഡ്ജ്മെൻറ്റിനെങ്കിലും നമ്മൾ അപ്പീലിന് പോവാം. ഇവിടെ അപ്പീലേ ഇല്ല, ഇത് ഏപെക്സ് കോർട്ടാണ്. ഇത് അവളുടെ മനസ്സിൽ അവൾ പറഞ്ഞത് സുപ്രീം കോർട്ടിൻ്റെ ഡിഗ്രിയാണ്, സാധാരണയല്ല. അപ്പം thou shall decree a thing and it shall be established into thee and the light shall shine upon thy ways. ഇത് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നു. സോ ബി എ മെൻ്റൽ എൻജിനീയർ. ഇതാണ് ഈ ഡിഗ്രിയുടെ ഇത്. അപ്പം നമ്മൾ എത്ര ഉറച്ച ഒരു തീരുമാനം എടുക്കുന്നോ അത് ആ ജഡ്ജ്മെൻറ്റിൻ്റെ കൂട്ട് അതായിരിക്കണം ഫൈനൽ. അതിന് പിന്നെ അതിൽ അത് ചേർക്കാനോ അടിച്ച് തിരുത്താനോ മാറ്റാനോ ഒന്നുമില്ല. പറഞ്ഞാൽ പറഞ്ഞത്. അപ്പം നമ്മളും നമുക്കും ഇങ്ങനെയൊക്കെ ഒരുപാട് പെൺപിള്ളേർക്കും ആൺപിള്ളേർക്കും ഒക്കെ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. അതുമാത്രമല്ല ഈ സൈബർ ക്രൈം എന്ന് പറഞ്ഞാൽ എന്തൊക്കെ നടക്കുന്നു. അപ്പം ഇത് ഇങ്ങനെയൊക്കെ ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിലേ അത് നമ്മളുടെ മനസ്സിനെ വല്ലാതെ ഇട്ട് അലട്ടും. ഇതൊന്നും വേണ്ട, ഒരു ചെറിയ കാര്യം എന്നും നമ്മളെ കണ്ട് ചിരിക്കുന്ന ഒരാൾ നമ്മളെ കണ്ട് ചിരിക്കാതെ പോയാൽ ഇവളെന്താ എന്നും എൻ്റെ അടുത്ത് ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ, അവൾക്കെന്താ എന്നെ പിടിക്കാത്ത, എന്നെ കണ്ടിട്ട് കാണാതെ മട്ടി പോകുന്നു. അവൾക്ക് 1000 പ്രോബ്ലം ആയിരിക്കും. നമ്മൾ നിന്നതുപോലെ അവൾ കണ്ടു കാണത്തില്ല. പക്ഷേ നമ്മളുടെ വിചാരം അയ്യോ അവൾക്ക് ഒന്നീ എൻ്റെ പുറത്തുള്ള കുറ്റം അല്ലെങ്കിൽ അവളുടെ പുറത്തുള്ള കുറ്റം. അത് തന്നെ അന്നത്തെ ദിവസം പൂരം മൊത്തം അന്നത്തെ ദിവസം മുഴുക്കെ തികട്ടി വരും, അല്ലയോ? അപ്പം ഇങ്ങനെ ഒരു പ്രോബ്ലം തന്നെയാണ്. അപ്പോൾ അവൾ അതിനെ എത്ര ലഘുവായിട്ട് എത്ര സ്ട്രോങ് ആയിട്ട് അതിനെ കൈകാര്യം ചെയ്തിരിക്കുന്നു എന്ന് നോക്കണം. അതാണ് നമ്മളുടെ ഉപബോധ മനസ്സിൻ്റെ ശക്തി. അപ്പം ഇത്രയും മനസ്സിലാക്കിയാൽ പിന്നെ നിങ്ങളെ പിടിക്കാൻ ആരുമില്ല, നിങ്ങളുടെ മേത് വേറെ ആരുമില്ല. നമ്മളാണ് നമ്മളുടെ അതാണ് ക്രിയേറ്റ് യുവർ ഓൺ ഫ്യൂച്ചർ, ക്രിയേറ്റ് യുവർ ഓൺ ലൈഫ് എന്ന് പറയുന്നത്. നമ്മൾ തീരുമാനിക്കുക, നമ്മളതുപോലെ ജീവിക്കുക. അപ്പം ഇതൊക്കെ കേൾക്കുമ്പം എല്ലാവർക്കും നല്ല വിധത്തിൽ മനോധൈര്യം കിട്ടട്ടെ എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹവും പ്രാർത്ഥനയും. എല്ലാവരും നന്നായി വരട്ടെ. നന്ദി, നമസ്കാരം.